എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഹാരപ്പൻ പ്രദേശം. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി മോഹൻജോദാരോ. മോഹൻജോദാരോയാണ് മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഹാരപ്പൻ പ്രദേശം. 1922 RD ബാനർജിയാണ് മോഹൻജോദാരോ കണ്ടെത്തിയത്. ഹൽദിഘട്ടി ചുരം ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൽദിഘട്ടി ചുരം ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആരവല്ലി നിരകൾ. ഹൽദിഘട്ടി ചുരം ആരവല്ലി പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1576 അക്ബറുടെ സൈന്യവും മഹാറാണ പ്രതാപും തമ്മിൽ നടന്ന പ്രശസ്തമായ ഹൽദിഘട്ടി യുദ്ധം നടന്നത് ഇവിടെ വെച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ഡി 42. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷനും എന്നും അറിയപ്പെടുന്നു. ഭരണഘടനയുടെ പാർട്ട് 4A ആർട്ടിക്കിൾ 51A പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. GST ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. GST ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ അസം. അസമാണ് GST ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ GST നിയമം നിലവിൽ വന്നത് 2017 ജൂലൈ 1 ഗ്രാമീണ മേഖലകളിലെ ബാങ്കിംഗ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഗ്രാമീണ മേഖലകളിലെ ബാങ്കിംഗ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി സ്വാഭിമാൻ. ഗ്രാമീണ മേഖലയിലെ ബാങ്കിംഗ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി തന്നിരിക്കുന്നവയിൽ സ്വാഭിമാൻ പദ്ധതിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്? ഓപ്ഷൻ ഡി ലാഹോർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. ജീവിതം ഒരു സമരം എന്നത് ആരുടെ ആത്മകഥയാണ്? ജീവിതം ഒരു സമരം എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി അക്കാമച്ചെറിയൻ. അക്കാമച്ചെറിയൻ്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം. ലക്നൗ താഴെ പറയുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ലക്നൗ തന്നിരിക്കുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗോമതി. ലക്നൗ ഗോമതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൗ. ലക്നൗ നഗരം നവാബുമാരുടെ നഗരം എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ്? ഓപ്ഷൻ ഡി ചെറുതോണി. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് ചെറുതോണി ഡാം. ചെറുതോണി അണക്കെട്ട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ്. കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം വിഭാഗത്തിൽപ്പെടുന്ന ഇത് പെരിയാർ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്ഥാപിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്ഥാപിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ. ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്ഥാപിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം രചിച്ചത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം രചിച്ചത്? ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം രചിച്ചത്. മലയാള ഭാഷയിലെ ആദ്യ ലക്ഷണമൊത്ത നോവലിൻ്റെ കർത്താവ്. മലയാള ഭാഷയിലെ ആദ്യ ലക്ഷണമൊത്ത നോവലിൻ്റെ കർത്താവ്? ഓപ്ഷൻ എ O ചന്തുമേനോൻ. O ചന്തുമേനോനാണ് മലയാള ഭാഷയിലെ ആദ്യ ലക്ഷണമൊത്ത നോവലിൻ്റെ കർത്താവ്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചത് 1889 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി മേഘാലയ. മേഘാലയയിലാണ്
ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലെ പ്രധാനപ്പെട്ട 3 കുന്നുകളാണ് ഗാരോ, ഖാസി, ജയന്തിയ എന്നിവ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻ റാം സ്ഥിതി ചെയ്യുന്നത് ഖാസി കുന്നുകളിലാണ്. താഴെ പറയുന്ന വ്യക്തികളിൽ 2009 ദാരിദ്ര്യ നിർണയത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്? തന്നിരിക്കുന്ന വ്യക്തികളിൽ 2009 ദാരിദ്ര്യ നിർണയത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരായിരുന്നു? ഓപ്ഷൻ ഡി സുരേഷ് ടെണ്ടുൽക്കർ. സുരേഷ് ടെണ്ടുൽക്കറാണ് 2009 ദാരിദ്ര്യ നിർണയത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ 2005 സുരേഷ് ടെണ്ടുൽക്കർ കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റി തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് 2009. കുട്ടികളുടെ വികസനവുമായി ബന്ധമില്ലാത്ത കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ കുട്ടികളുടെ വികസനവുമായി ബന്ധമില്ലാത്ത കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി NOAPS, നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. NOAPS ആണ് തന്നിരിക്കുന്നവയിൽ കുട്ടികളുടെ വികസനവുമായി ബന്ധമില്ലാത്ത കേന്ദ്ര സർക്കാർ പദ്ധതി. മറ്റ് 3 പദ്ധതികളും, അതായത് NMBS, JSY, PMMVY എന്നിവ ഗർഭിണികൾ, അമ്മമാർ, ശിശുക്കൾ എന്നിവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ഓപ്ഷൻ ഡി രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയായിരുന്നു സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. 1985 സെപ്റ്റംബർ 7 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത്. ഏഷ്യയിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഏഷ്യയിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഓപ്ഷൻ എ തെന്മല. തെന്മലയിലാണ് ഏഷ്യയിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് ഏഷ്യയിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രം കൂടിയാണ് തെന്മല. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുകയും അത് ആരംഭിക്കുകയും ചെയ്തത് ആരാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുകയും അത് ആരംഭിക്കുകയും ചെയ്തത് ആരായിരുന്നു? ഓപ്ഷൻ ബി DP ധർ, ദുർഗപ്രസാദ് ധർ. DP ധർ ആയിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുകയും അത് ആരംഭിക്കുകയും ചെയ്തത്. റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി 1857 വിപ്ലവം. 1857 വിപ്ലവമായിട്ടാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1857 1ാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ നടന്ന ബ്രിട്ടീഷ് വിരോധ മുന്നേറ്റങ്ങളെയും റെസിഡൻസി ഉപരോധത്തെയും അടിസ്ഥാനമാക്കി തോമസ് ജോൺസ് ബാർക്കർ വരച്ച പ്രശസ്തമായ ചിത്രമാണിത്. ചിത്രത്തിൽ ഹെൻറി ഹാവ്ലോക്ക്, ജെയിംസ് ഔട്ട്റാം, കോളിൻ ക്യാമ്പൽ തുടങ്ങിയ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരെ കാണാം. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ഉപ്പ് സത്യാഗ്രഹ സമയത്ത് വൈസ്രോയി ആയിരുന്നത് ഓപ്ഷൻ സി ഇർവിൻ പ്രഭു. ഇർവിൻ പ്രഭു ആയിരുന്നു ഉപ്പ് സത്യാഗ്രഹ സമയത്ത് വൈസ്രോയി ആയിരുന്നത്. 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രശസ്തമായ ദണ്ഡിയാത്ര ആരംഭിച്ചത്. 1931 മാർച്ചിൽ ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്നാണ് സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗയ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗയ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്. CR ദാസ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗയ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. 1922 ബീഹാറിലെ ഗയയിൽ വെച്ചാണ് INCയുടെ 37ാം സമ്മേളനം നടന്നത്. കൗൺസിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഈ സമ്മേളനത്തിന് ശേഷം CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. ആര്യ സമാജം സ്ഥാപിതമായ വർഷം ഏതാണ്? ആര്യ സമാജം സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ഡി 1875. 1875 ആര്യ സമാജം സ്ഥാപിതമായത്. സ്വാമി ദയാനന്ദ സരസ്വതി ബോംബെയിലാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് ആര്യ സമാജത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ക്രിസ്തുമതച്ഛേദനം എഴുതിയത് ആരാണ്? ക്രിസ്തുമതച്ഛേദനം എഴുതിയത് ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് ക്രിസ്തുമതച്ഛേദനം.
തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ഓപ്ഷൻ എ കുമാരനാശാൻ. കുമാരനാശാനാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി. വിവേകോദയം എന്ന ത്രൈമാസ സാഹിത്യ മാസിക സ്ഥാപിതമായത് എപ്പോഴാണ്? വിവേകോദയം എന്ന ത്രൈമാസ സാഹിത്യ മാസിക സ്ഥാപിതമായത് ഓപ്ഷൻ ബി 1904. 1904 വിവേകോദയം എന്ന ത്രൈമാസ സാഹിത്യ മാസിക സ്ഥാപിതമായത്. കുമാരനാശാൻ പത്രാധിപരായി 1904 തിരുവനന്തപുരത്ത് നിന്നാണ് വിവേകോദയം മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചത്. SNDP യോഗത്തിന്റെ മുഖപത്രമായാണ് ഇത് ആരംഭിച്ചത്. ആനന്ദസൂത്രം എഴുതിയത് ആരാണ്? ആനന്ദസൂത്രം എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയായിരുന്നു ആനന്ദസൂത്രം എഴുതിയത്. റിറ്റി ലൂക്കോസ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? റിറ്റി ലൂക്കോസ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു? ഓപ്ഷൻ സി ഡോക്ടർ പൽപ്പു. ഡോക്ടർ പത്മനാഭൻ പൽപ്പു. ഡോക്ടർ പൽപ്പുനെയായിരുന്നു റിറ്റി ലൂക്കോസ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ക്രിസ്മസ് ദ്വീപ് ഏത് രാജ്യത്തിൻ്റെതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ക്രിസ്മസ് ദ്വീപ് ഏത് രാജ്യത്തിൻ്റെതാണ്? ഓസ്ട്രേലിയ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ക്രിസ്മസ് ദ്വീപ് ഓസ്ട്രേലിയയുടേതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്മസ് ദ്വീപ് ഓസ്ട്രേലിയയുടെ ഒരു ബാഹ്യ പ്രദേശമാണ്. വർഷം തോറുമുള്ള ചുവപ്പ് ഞണ്ടുകളുടെ കൂട്ടത്തോടെയുള്ള ദേശാടനം ഈ ദ്വീപിന്റെ പ്രധാന സവിശേഷതയാണ്. ഛത്രപതി ശിവാജി മഹാരാജിന്റെ ശുഭകരമായ 5 അടയാളങ്ങളുള്ള കുതിരയെ വിശേഷിപ്പിക്കാൻ ചരിത്ര ഇതിഹാസങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ ശുഭകരമായ 5 അടയാളങ്ങളുള്ള കുതിരയെ വിശേഷിപ്പിക്കാൻ ചരിത്ര ഇതിഹാസങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പദം ഓപ്ഷൻ സി പഞ്ചകല്യാണി. ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ ശുഭകരമായ 5 അടയാളങ്ങളുള്ള കുതിരയെ വിശേഷിപ്പിക്കാൻ ചരിത്ര ഇതിഹാസങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് പഞ്ചകല്യാണി. ജീവനുള്ള ഫോസിൽ എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണ്? ജീവനുള്ള ഫോസിൽ എന്നറിയപ്പെടുന്ന മത്സ്യം ഓപ്ഷൻ ബി സീലാകാന്ത്. ജീവനുള്ള ഫോസിൽ എന്നറിയപ്പെടുന്ന മത്സ്യമാണ് സീലാകാന്ത് എന്ന മത്സ്യം. ലക്ഷക്കണക്കിന് വർഷങ്ങളായി പരിണാമപരമായ മാറ്റങ്ങളൊന്നും വരാതെ ജീവിച്ചിരിക്കുന്നവയാണ് ജീവനുള്ള ഫോസിലുകൾ എന്നറിയപ്പെടുന്നത്. 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചുവെന്ന് കരുതിയ സീലാകാന്ത് മത്സ്യങ്ങളെ 1938 ദക്ഷിണാഫ്രിക്കൻ തീരത്താണ് വീണ്ടും ജീവനോടെ കണ്ടെത്തിയത്. എന്നാണ് ലോക ആസ്മ ദിനം? എന്നാണ് ലോക ആസ്മ ദിനം? ഓപ്ഷൻ എ മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച. മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചയാണ് ലോക ആസ്മ ദിനമായി ആചരിക്കുന്നത്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ സി ഒ ഗ്രൂപ്പാണ് ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് വെക്സിലോളജി. വെക്സിലോളജി എന്നാണ് പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് വർഷമാണ്? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ എ 1891. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. കേരള മഹിളാ ദേശസേവികാ സംഘിന്റെ സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രശസ്തിയായത് ആരാണ്? കേരള മഹിളാ ദേശ സേവികാ സംഘത്തിന്റെ സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രശസ്തിയായത് ആരായിരുന്നു? ഓപ്ഷൻ എ ലളിത പ്രഭു. കേരള മഹിളാ ദേശ സേവികാ സംഘിന്റെ സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രശസ്തിയായത് ലളിത പ്രഭുവായിരുന്നു. ലോക അൽഷൈമേഴ്സ് ദിനം ആചരിക്കുന്നത് എന്നാണ്? ലോക അൽഷൈമേഴ്സ് ദിനം ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ സി സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 എല്ലാ വർഷവും ലോക അൽഷൈമേഴ്സ് ദിനമായി ആചരിക്കുന്നത്. സാവിത്രി അഥവാ വിധവാ വിവാഹം ഒരു ഓപ്ഷൻ സി നാടകം. സാവിത്രി അഥവാ വിധവാ വിവാഹം ഒരു നാടകമാണ്. പ്രശസ്ത എഴുത്തുകാരിയായ ലളിതാംബിക അന്തർജനം രചിച്ച ഒരു സാമൂഹിക നാടകമാണ് സാവിത്രി അഥവാ വിധവാ വിവാഹം. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരാണ്? സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി ജ്യോതിബ ഫുലെ. ജ്യോതിബ ഫുലെയാണ്
സത്യശോധക് സമാജ് സ്ഥാപിച്ചത്? 1873 സെപ്റ്റംബർ 24 മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സത്യശോധക് സമാജ് സ്ഥാപിതമായത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക്, ഈ പ്രസ്താവന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക്, ഈ പ്രസ്താവന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്രിപ്സ് മിഷൻ. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക്, ഈ പ്രസ്താവന ക്രിപ്സ് മിഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിയായിരുന്നു ക്രിപ്സ് മിഷനെ പ്രകാരം വിശേഷിപ്പിച്ചത്. 1940 ഓഗസ്റ്റ് ഓഫർ നിർദ്ദേശം മുന്നോട്ട് വെച്ച വൈസ്രോയി ആരായിരുന്നു? 1940 ഓഗസ്റ്റ് ഓഫർ നിർദ്ദേശം മുന്നോട്ട് വെച്ച വൈസ്രോയി ഓപ്ഷൻ ബി ലിൻ ലിത്ഗോ പ്രഭു. ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു 1940 ഓഗസ്റ്റ് ഓഫർ നിർദ്ദേശം മുന്നോട്ട് വെച്ച വൈസ്രോയി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സഹകരണം തേടി ലിൻ ലിത്ഗോ പ്രഭു 1940 ഓഗസ്റ്റ് 8 പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളാണ് ഓഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്നത്. ഇന്ത്യക്കാർക്ക് ഭരണഘടനാ നിർമ്മാണ സഭയും ഡൊമിനിയൻ പദവിയും നൽകാമെന്ന വാഗ്ദാനം ഇതിൽ ഉണ്ടായിരുന്നു. ഖുദായ് ഖിദ്മത്ഗർ സംഘടനയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഖുദായ് ഖിദ്മത്ഗർ സംഘടനയുടെ സ്ഥാപകൻ ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഖുദായ് ഖിദ്മത്ഗർ സംഘടനയുടെ സ്ഥാപകൻ. ഖുദായ് ഖിദ്മത്ഗർ എന്നാൽ ദൈവത്തിന്റെ ദാസന്മാർ എന്നാണ് അർത്ഥം. ഇവർ ചുവന്ന കുപ്പായക്കാർ, റെഡ് ഷർട്ട്സ് എന്നും അറിയപ്പെട്ടിരുന്നു. ഇതിന്റെ സ്ഥാപകനായ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്ന പേരിലാണ് പ്രശസ്തമായിരുന്നത്. SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ഓപ്ഷൻ എ കുമാരനാശാൻ. കുമാരനാശാനായിരുന്നു SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി. പെരിനാട് ലഹള നടന്നത് ഏതു വർഷമാണ്? പെരിനാട് ലഹള നടന്നത് ഏതു വർഷമായിരുന്നു? ഓപ്ഷൻ ബി 1915. 1915 പെരിനാട് ലഹള നടന്നത്. 1915 കൊല്ലം ജില്ലയിലെ പെരിനാടിൽ സവർണർക്കെതിരെ നടന്ന കലാപമാണ് പെരിനാട് കലാപം. കല്ലുമല സമരത്തിന്റെ ആരംഭം എന്ന നിലയിലാണ് പെരിനാട് കലാപത്തെ കാണുന്നത്. ബാബ ആംതെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തന്നിരിക്കുന്നതിൽ ബാബ ആംതെ ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ നർമ്മദ ബച്ചാവോ ആന്തോളൻ. തന്നിരിക്കുന്നവയിൽ നർമ്മദ ബച്ചാവോ ആന്തോളനുമായിട്ടാണ് ബാബ ആംതെ ബന്ധപ്പെട്ടിരിക്കുന്നത്. കുഷ്ഠരോഗികളുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി മഹാരാഷ്ട്രയിൽ ആനന്ദവൻ സ്ഥാപിച്ചത് ബാബ ആംതെയാണ്. പരിസ്ഥിതി സംരക്ഷണ രംഗത്തും സജീവമായിരുന്ന ഇദ്ദേഹം മേധാ പട്കർക്കൊപ്പം നർമ്മദ ബച്ചാവോ ആന്തോളനിലും പങ്കെടുത്തു. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ. റേച്ചൽ കാഴ്സന്റെ രചനയാണ് സൈലന്റ് സ്പ്രിംഗ്. 1962 പ്രസിദ്ധീകരിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം കീടനാശിനികൾ, പ്രത്യേകിച്ച് DDT പരിസ്ഥിതിക്കും പക്ഷികൾക്കും ഉണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ വിതച്ച ആറ്റം ബോംബിന്റെ പേര് എന്താണ്? 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ വിതച്ച ആറ്റം ബോംബിന്റെ പേര് ഓപ്ഷൻ ഡി ഫാറ്റ് മാൻ. 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ വിതച്ച ആറ്റം ബോംബിന്റെ പേര് ഫാറ്റ് മാൻ എന്നായിരുന്നു. ഇതിന് 3 ദിവസം മുൻപ്, അതായത് ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ വിതച്ച ആറ്റം ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു. ഏത് ദിവസമാണ് സീറോ എമിഷൻ ദിനം, സീറോ എമിഷൻ ഡേ ആയി ആചരിക്കുന്നത്? ഏത് ദിവസമാണ് സീറോ എമിഷൻ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 സീറോ എമിഷൻ ദിനമായി ആചരിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ലിംഗാനുപാതം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ലിംഗാനുപാതം ഓപ്ഷൻ ബി 1084. 1084 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ലിംഗാനുപാതം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ലിംഗാനുപാതമുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കുറഞ്ഞ ലിംഗാനുപാതമുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയും ഏറ്റവും കൂടിയ ജില്ല കണ്ണൂരുമാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.